വിശദമായ വാർത്തയിലേക്ക്. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചാകും സംസ്ഥാനത്ത് വികസന പദ്ധതികൾ നടപ്പിലാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുവായ്പിൻ LPG പ്ലാൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമരസമിതി ഉയർത്തിയ ആശങ്ക പരിഹരിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസന താൽപര്യത്തിന് വിരുദ്ധമായ നിലപാടുകളിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയാണ് പുതുവൈപ്പിൽ പ്രശ്നപരിഹാര ശ്രമം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളിൽ ആശങ്ക ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ആ ആശങ്ക ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നുണ്ട്. എന്നുവെച്ച് പദ്ധതി സാധാരണ നിലയിൽ ഉപേക്ഷിക്കാൻ കഴിയുന്നതല്ല. കാരണം പദ്ധതി വേണ്ടെന്ന് വെച്ചാൽ അത് നൽകുന്ന സന്ദേശം അങ്ങേയറ്റം ലോക നിലവാരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും വിവിധ ഏജൻസികളുടെ അനുമതിയോടെയുമാണ് പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്നത്. സമരക്കാർ ഉയർത്തുന്ന ആശങ്ക സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത് പരിഹരിക്കും. 2010 ലഭിച്ച പരിസ്ഥിതി അനുമതിക്ക് വിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് സമരക്കാരുടെ ആക്ഷേപം. ഇത് പരിശോധിക്കുക തന്നെ ചെയ്യും. ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കും. അതുവരെ IOC നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പാരിസ്ഥിതിക അനുമതിയിൽ പറഞ്ഞ വ്യവസ്ഥകൾ IOC കൃത്യമായി പാലിച്ചിട്ടില്ല എന്നതാണ്. ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അത് പരിശോധിക്കാൻ സർക്കാർ സംവിധാനമൊരുക്കും. ആ സംവിധാനം പരിശോധിക്കുന്നതുവരെ IOC നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്നൊരു അഭ്യർത്ഥന പൊതുവെ ഇന്ന് കാലത്ത് ചേർന്ന യോഗം IOCയുടെ മുന്നിൽ വെക്കുകയുണ്ടായി. അത് IOC അംഗീകരിച്ചിട്ടുമുണ്ട്. IIT മദ്രാസ് നടത്തിയ പഠനങ്ങളിലും പ്ലാന്റ് സുരക്ഷിതമാണെന്ന് പറയുന്നു. മൗണ്ടൻ ബുള്ളറ്റ് മാതൃകയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വികസന പദ്ധതികൾക്കെതിരെയുള്ള ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാര നടപടി സ്വീകരിക്കുമെന്ന സർക്കാർ നയം വ്യക്തമാക്കിയാണ് പിണറായി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവായ്പിനിൽ LNG ടെർമിനൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ IOCയോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. IOC പാരിസ്ഥിതിക നിയമങ്ങൾ ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനിച്ചു. 2.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് IOC പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള യോഗം അവസാനിച്ചത്. ആമുഖമായി മുഖ്യമന്ത്രി സർക്കാർ നിലപാടുകൾ വിശദീകരിച്ചു. പദ്ധതി സംസ്ഥാന സർക്കാരിന്റേതല്ല, കേന്ദ്ര സർക്കാരിന്റേതാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാരിസ്ഥിതിക നിയമലംഘന നിർമ്മാണമാണ് പുതുവൈപ്പിലിൽ നടക്കുന്നതെന്ന പൊതുവികാരമാണ് സമരസമിതി പ്രവർത്തകർ യോഗത്തിൽ ഉയർത്തിയത്. ഈ ആശങ്കകൾ പരിഹരിക്കാൻ ശാസ്ത്രജ്ഞന്മാരടങ്ങിയ ഉന്നതതല സമിതിയെ വിഷയം പഠിക്കാൻ നിയോഗിക്കാൻ തീരുമാനിച്ചു. അതുവരെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ സർക്കാർ IOCയോട് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചു. ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം പരിശോധിക്കുന്നതിന് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം അടങ്ങുന്നൊരു സമിതി ഇക്കാര്യം പരിശോധിക്കും. ആ പരിശോധനയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവെ അംഗീകരിക്കും. റിപ്പോർട്ട് വരുന്നത് വരെ വർക്ക് നിർത്തിവെക്കും. റിപ്പോർട്ട് എല്ലാവരും അംഗീകരിക്കണം. അപ്പോൾ പൊതുവെ സ്വീകാര്യതയുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ആ പരിശോധനയ്ക്കകത്തുണ്ടാവുക. ഇതാണ് ഗവൺമെന്റ് എടുത്ത നിലപാട്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത സമരസമിതി ഭാരവാഹികൾ ഭാവി പരിപാടികൾ കൂട്ടായി തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി സമിതിയുമായിട്ട് ഒരു ആലോചന നടത്തിയതിനു ശേഷം മാത്രമേ ഭാവി പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. സമരക്കാർക്കെതിരെ ഉണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ നടപടി സ്വീകരിക്കാനാവൂ എന്ന കാര്യവും സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവൈപ്പിനിൽ പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സമരസമിതി നേതാക്കൾ. പ്ലാന്റിന്റെ നിർമ്മാണം നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ സമരക്കാർ ഇരു കൈകളും അടിച്ചാണ് സ്വീകരിച്ചത്. എന്നാൽ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കുന്നതുവരെ സമാധാനപരമായ സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠനം നടത്തുമെന്നും ആശങ്കകൾ ദൂരീകരിക്കുമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ ഇരുകൈകളും അടിച്ചാണ് പ്രതിഷേധക്കാർ സ്വീകരിച്ചത്. സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും അവർ പറഞ്ഞു. സമിതി വരട്ടെ, അവർക്ക് ഇവിടുത്തെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കി
ഇത് IOC പ്ലാന്റ് എവിടെയാണ് വന്നേക്കണ, ജനങ്ങൾ താമസിക്കുന്നിടത്താണോ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ദൂരത്താണോ എന്നുള്ളത് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. ഇതിന്റെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെടട്ടെ. IOCയുടെ പുതിയ പ്ലാന്റ് നിർമ്മാണം താത്കാലികമായി നിർത്തിവെക്കുകയല്ല, പ്ലാന്റ് മാറ്റി സ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും അവർ ആവശ്യപ്പെട്ടു. വിദഗ്ധ സമിതിയുടെ പഠനത്തോട് സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ സമാധാനപരമായി പ്രതിഷേധം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിൽ 8 ആശുപത്രികളിൽ നഴ്സുമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. മന്ത്രി AC മൊയ്തീന്റെ നേതൃത്വത്തിൽ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രൈവറ്റ് ആശുപത്രി മാനേജ്മെന്റും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഇതോടെ സംസ്ഥാനത്തുടനീളം നഴ്സുമാർ നടത്താനിരുന്ന സമരവും പിൻവലിച്ചു. മന്ത്രിമാരായ AC മൊയ്തീൻ, VS സുനിൽകുമാർ എന്നിവരുടെ മധ്യസ്ഥതയിൽ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനും നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ ധാരണയായത്. അടിസ്ഥാന ശമ്പളത്തിന്റെ 50% ഇടക്കാല ആശ്വാസമായി നൽകാനും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് 27-ന് ചേരുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മിറ്റിയിൽ തീരുമാനമെടുക്കാനും പൊതുവിൽ ധാരണയായി. ഈ സമരം നടക്കുന്ന 8 ആശുപത്രികളിൽ സമരം പിൻവലിക്കുന്നതിന് വേണ്ടി ഒരു ഇടക്കാല ആശ്വാസം നഴ്സുമാരുൾപ്പെടുന്ന എല്ലാ തൊഴിലാളികൾക്കും അവരുടെ ബേസിക് പേയുടെ 50% ഇടക്കാല ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ചയിൽ ധാരണയായിട്ടുള്ളത്. പിന്നെ 27-ാം തീയതി IRCയുടെ ചർച്ച കഴിഞ്ഞ് അതിൽ ബന്ധപ്പെട്ടവരെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനമായില്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ട് അടിയന്തരമായി മിനിമം കൂലി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റ് തീരുമാനം പിന്നീട് പറയും എന്നുള്ളത് ഒരു അംഗീകരിച്ചിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ്. നഴ്സുമാരടക്കമുള്ള എല്ലാ ആശുപത്രി ജീവനക്കാർക്കും ഇടക്കാല ആശ്വാസം ലഭിക്കും. എന്നാൽ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കമ്മിറ്റിയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി വീണ്ടും എത്തുമെന്ന് നഴ്സുമാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോഴത്തെ സാമൂഹിക സ്ഥിതി വെച്ചിട്ടുള്ള ഒരു മിനിമം വേജസ് വർധനവല്ല ഉണ്ടാകുന്നതെങ്കിൽ കൃത്യമായി സംഘടന സംസ്ഥാന വ്യാപകമായിട്ടുള്ള സമരപരിപാടികളിലേക്ക് പോകും. പനി പടർന്നു പിടിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ മൂലമാണ് സമരം ഒത്തുതീർപ്പായത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. പനിയുടെ തോത് കണക്കിലെടുത്ത് 3 മേഖലകളായി തരംതിരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കും. മറ്റന്നാൾ സർവകക്ഷി യോഗം ചേരും. പനി ചികിത്സയ്ക്കായി ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, ജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മാസം 27, 28, 29 തീയതികളിൽ എല്ലാ പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തും. പനിയുടെ തോത് കണക്കിലെടുത്ത് ഹൈ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക് എന്നീ 3 മേഖലകളായി തരംതിരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ മാസം 23-ന് സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 23-ന് 3 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിക്കുന്നുണ്ട്. അപ്പോൾ പനിബാധിത പ്രദേശങ്ങളെ 2-3 മേഖലകളായി തരംതിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഏറ്റവും കൂടുതൽ പനി ബാധിച്ച ചില പ്രദേശങ്ങളുണ്ട്, അത് ഒരു ഹൈ റിസ്ക് മേഖലകളാക്കി എടുക്കാം. പിന്നെ മോഡറേറ്റ് റിസ്ക്, ലോ റിസ്ക്. ജനങ്ങൾ തിങ്ങിക്കൂടുന്ന എല്ലാ സ്ഥലത്തും കൃത്യമായി ശുചീകരണം നടന്നുവെന്ന് ഉറപ്പുവരുത്തണം. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ചികിത്സയ്ക്കായി ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. ഹൌസ് സർജൻമാർ, PG വിദ്യാർത്ഥികൾ എന്നിവരെയും ഉപയോഗപ്പെടുത്തും. ആവശ്യമായ ഡോക്ടർമാരെയും നഴ്സുമാരെയും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സേവനം ലഭ്യമാകുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെയും ഇതിനോട് അനുബന്ധമായി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യമായ ഡോക്ടർമാർ, നഴ്സുമാർ ഇതിനൊക്കെ എത്രയാണോ വേണ്ടത് അവരെ നിയമിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. ഒന്ന്, സ്വകാര്യ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ നോക്കും. മറ്റൊന്ന്, പുതുതായി നിയമിക്കേണ്ടതുണ്ടെങ്കിൽ പുതുതായി നിയമിക്കുകയും ചെയ്യും താൽക്കാലികമായിട്ട്. രോഗികളുടെ ബാഹുല്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ കിടത്തി ചികിത്സയ്ക്ക് സംവിധാനം ഏർപ്പെടുത്തും. പുതിയ ചികിത്സാ കേന്ദ്രങ്ങൾ ആവശ്യമെങ്കിൽ ആരംഭിക്കും. പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതലുള്ള ചികിത്സയ്ക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കും. മാലിന്യം ഇല്ലാതാക്കുന്നതിന് പ്രത്യേക സംവിധാനമൊരുക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നടപടികളിലൂടെ പകർച്ചപ്പനി നിയന്ത്രണ വിധേയമാകുമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചൈനീസ് വിപ്ലവ വഴിത്താര അത്ഭുതകരവും കൗതുകകരവുമാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും വിപ്ലവത്തിന്റെ അടയാളങ്ങൾ അതുപോലെ ചൈനയിൽ പരിപാലിക്കപ്പെടുന്നു. ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസിന്റെ ചൈനീസ് ഡയറിയിലേക്ക്. ജിങ്ഗാങ്ഷ മലനിരകളിലാണ് യഥാർത്ഥത്തിൽ മാവോയുടെ നേതൃത്വത്തിൽ വിപ്ലവം പൂത്തുലഞ്ഞത്.
ചൈനീസ് വിപ്ലവത്തിന്റെ വഴിത്താരകൾ ആരെയും ത്രസിപ്പിക്കുന്നതാണ്. അധ്യാപകനാകാൻ ആഗ്രഹിച്ച് പിന്നീട് വിപ്ലവകാരിയായി മാറിയ മാവോ സേതുങ് നയിച്ച വിപ്ലവ വഴിത്താര ചൈന ഇന്നും അതുപോലെ പരിപാലിക്കുന്നു. കുമിന്തോങ് സേനയോട് ഏറ്റുമുട്ടി ശിഥിലമായ തന്റെ പോരാളികളെ കൂട്ടി മാവോ താവളമൊരുക്കിയത് ജിയാങ്ഷി പ്രവിശ്യയിലെ ജിങ്കാങ്ഷ മലനിരകളിലാണ്. അവശേഷിച്ച പോരാളികളെ മലപടക്കുകളിൽ സംരക്ഷിച്ച് പുതിയൊരു പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറെടുത്തു. ജിയാങ്ഷി പ്രവിശ്യയിലെ ജിങ്കാങ്ഷ മലനിരകളിൽ മാവോയും കൂട്ടരും താവളമടിച്ച ഓരോ സ്ഥലങ്ങളും ഇന്ന് സന്ദർശകരുടെ ഇഷ്ടസ്ഥലങ്ങളാണ്. ഈ മലപടക്കിൽ വെച്ചാണ് മാവോ പുതിയൊരു പോരാട്ടതന്ത്രം രൂപപ്പെടുത്തുന്നത്. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളഞ്ഞു പിടിക്കുക. ആദ്യമൊക്കെ സഹപ്രവർത്തകർക്ക് തന്നെ ബോധ്യമാകാൻ കഴിയാതിരുന്ന തന്ത്രം, എന്നാൽ സഹപോരാളികളായ ചൂഡയും ചവുല്ലായുമൊക്കെ മാവോയ്ക്ക് വീര്യം പകർന്നു. ഇന്ന് മലമടക്കുകളിലേക്ക് തെളിഞ്ഞ സുന്ദരമായ വഴിത്താരകളുണ്ട്. എന്നാൽ ഈ ഭൂപ്രകൃതിയുടെ ദുർഘടാവസ്ഥ എങ്ങനെയായിരിക്കണം മാവോയും സഹപോരാളികളും തരണം ചെയ്തതെന്ന് പലരെയും അത്ഭുതപ്പെടുത്തുന്നു. വിപ്ലവം വിജയിച്ച ശേഷം ചൈനയുടെ ഭരണാധികാരിയായ മാവോ 1965 ഇവിടെ വരികയും പഴയ മാളങ്ങളിലും മടക്കുകളിലും ഒരിക്കൽ കൂടി സന്ദർശനം നടത്തുകയും ചെയ്തു. സ്മരണകൾ അയവിറക്കിക്കൊണ്ട് വിമോചന സേനയുടെ യൂണിഫോം അണിഞ്ഞാണ് പലരും വിപ്ലവ തീർത്ഥാടനത്തിന് വരുന്നത്. പോരാട്ടത്തിന്റെ നാനാവശങ്ങൾ ചിത്രീകരിക്കുന്ന വിപ്ലവ മ്യൂസിയവും ആയിരക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്നു. ഈ മലമുകളിലാണ് യഥാർത്ഥത്തിൽ വിപ്ലവത്തിന്റെ വസന്തകാലം പതഞ്ഞു പൊങ്ങിയത്. ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കോടമഞ്ഞ് പോലെ തന്നെയായിരുന്നു അന്ന് വിപ്ലവത്തിന്റെ വസന്തം അദ്ദേഹം സൃഷ്ടിച്ചത്. കൈരളിക്ക് വേണ്ടി ജിങ്കാങ്ഷ മലമടക്കിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്. വാർത്തകളിലേക്ക്. NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് JDU പിന്തുണ പ്രഖ്യാപിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാർട്ടി ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കെയാണ് JDUവിന്റെ നിലപാട് മാറ്റം. ബീഹാർ ഗവർണറായ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നതിൽ വ്യക്തിപരമായി സന്തോഷിക്കുന്നുവെന്ന് ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് പ്രതിപക്ഷ ഐക്യനിരയിൽ JDUവിനെ പിടിച്ചു നിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഫലം കണ്ടില്ല. NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം കൈക്കൊള്ളണമെന്ന് നിതീഷ് കുമാർ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ബീഹാർ ഗവർണർ രാഷ്ട്രപതിയായി വരുന്നത് സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്നാണ് പിന്തുണയ്ക്കുന്നതിനുള്ള കാരണമായി JDU പറയുന്നത്. BJPയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും മറ്റു കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന് ഒപ്പം നിൽക്കുമെന്നും നിതീഷ് കുമാർ സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെടുക്കാൻ നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കെയാണ് ഐക്യത്തിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് JDUവിന്റെ നിലപാട് മാറ്റം. ന്യൂസ് ബ്യൂറോ, ദില്ലി. NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദയെ പിന്തുണയ്ക്കാനുള്ള JDU ദേശീയ നേതൃത്വ തീരുമാനത്തിനെതിരെ കേരള ഘടകം. രാജ്യസഭാംഗമെന്ന നിലയിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ MP വീരേന്ദ്രകുമാർ. ഇക്കാര്യം നിതീഷ് കുമാറിനെ അറിയിച്ചിട്ടുണ്ടെന്നും വീരേന്ദ്രകുമാർ കോഴിക്കോട് പറഞ്ഞു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദയ്ക്ക് ജനതാദൾ U ദേശീയ നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് JDUവിൽ ഭിന്നത രൂപപ്പെട്ടത്. NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കേണ്ടെന്ന് കേരള ഘടകം തീരുമാനിച്ചു. ഇക്കാര്യം ദേശീയ അധ്യക്ഷൻ നിതീഷ് കുമാറിനെ സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ അറിയിച്ചു. രാജ്യസഭാ MP എന്ന നിലയിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകില്ലെന്ന് പിന്നീട് MP വീരേന്ദ്രകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. വരും ദിനങ്ങളിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കനുസരിച്ച് ആർക്ക് വോട്ട് നൽകണമെന്ന് തീരുമാനിക്കും. ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാനാണ് നിതീഷ് കുമാർ പറഞ്ഞതെന്നും വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. പ്രഖ്യാപിച്ച രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് രാജ്യസഭാ അംഗം എന്നുള്ള നിലയിൽ ഞാൻ വോട്ട് ചെയ്യില്ല.
ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് ഇനിയുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് തീരുമാനിക്കും. ഈ കാര്യം ഞാൻ നിതീഷ് കുമാറിനോട് സംസാരിച്ചിരുന്നു. BJP മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് താങ്കൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാൻ. പഴയ സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടാണ് രാംനാഥിനെ നിതീഷ് കുമാർ പിന്തുണക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 23-ന് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വന്തം മകളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട പണം കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് തൊടുപുഴ സ്വദേശികളായ സാബുവും മായയും. ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് 2 വർഷമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഇവർക്ക് ഇന്ന് വാടക കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് അമ്മയുടെ ഒക്കത്തിരിക്കുമ്പോൾ അതുല്യ എന്ന ഈ 4 വയസ്സുകാരി അറിയുന്നില്ല തന്റെ ഹൃദയത്തിന്റെ താളം നിലച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അതുല്യയ്ക്ക് 2 വയസ്സായപ്പോഴാണ് തൊടുപുഴ കോട്ടയിൽ വീട്ടിൽ സാബുവിന്റെയും മായയുടെയും മനസ്സിൽ തീകോരിയിട്ട് ഈ കൊച്ചുമിടുക്കിയുടെ ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിത്തുടങ്ങിയത്. 2 വർഷമായി നിരവധി ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വിധേയമാക്കി. മെഡിക്കൽ കോളേജ് ചെന്ന ഒരു മാസം വെന്റിലേറ്ററിലായിരുന്നു. അവിടുന്ന് പിന്നെ ശ്രീചിത്രയിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. ശ്രീചിത്രയിൽ ചെന്നപ്പോൾ അവർ പിന്നെ ബാക്കിത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. അവിടുന്ന് അവർ എയിംസിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. ഒടുവിൽ ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിലെ ചികിത്സയിലാണിപ്പോൾ. വിദഗ്ധ ഡോക്ടർമാർ പറയുന്നത് ഏതു സമയവും ഈ കുഞ്ഞു ഹൃദയം നിലച്ചുപോകാം. അതിനാൽ അതുല്യയുടെ ഹൃദയം മാറ്റിവെക്കണം. പക്ഷേ ഇതിനായി 50 ലക്ഷത്തിലധികം രൂപ വേണ്ടിവരും. കൂലിപ്പണിക്കാരനായ സാബുവിനും കുടുംബത്തിനും ഈ തുക സ്വപ്നം മാത്രമേ കാണാൻ കഴിയൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച 6 ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് കൂട്ടായുള്ളത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നതിനു മുമ്പേ ഈ കുഞ്ഞു ഹൃദയം നിലയ്ക്കുമോ എന്ന പേടിയിലാണ് ഇപ്പോൾ ഈ അച്ഛനമ്മമാർ. ആശുപത്രികളിലെ വെന്റിലേറ്ററുകളിൽ തുടിച്ചു തുടങ്ങിയ ഈ കുഞ്ഞു ഹൃദയത്തിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇനി നന്മയുള്ള നല്ല മനസ്സുകൾക്കേ കഴിയൂ. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.